കാവ്യവും സാഹിത്യവും തുടർച്ച. ആത്മഭാവങ്ങളെ പ്രണാമം പ്രണാമം. ഓരോ കലയ്ക്കും ചില പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ഭാരതീയ ആര്യ സാഹിത്യത്തിൽ കാവ്യകലയെ അധികരിച്ച് അസംഖ്യം രീതിഗ്രന്ഥങ്ങളും രഹസ്യമയവും വൈജ്ഞാനികവും സത്യങ്ങളും നിറഞ്ഞ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. സാഹിത്യശാസ്ത്രം കാവ്യകലയുടെ വൈജ്ഞാനിക വിശ്ലേഷണം നടത്തുകയും ചെയ്യുന്നു. രസം സാഹിത്യശാസ്ത്രത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് രസമാണ്. കാവ്യാത്മാവ് രസമാണ്. അതോടൊപ്പം ഛന്ദസ്സും അലങ്കാരവും ഗുണവും വരുന്നു. ഇവ രസത്തിൻ്റെ അംഗങ്ങളാണ്. നമ്മുടെ സർവശ്രേഷ്ഠമായ വൈജ്ഞാനിക ശാസ്ത്രം പറയുന്നത് രസമാണ് കാവ്യത്തിൻ്റെ ആത്മാവ്. അലങ്കാരാദി അതിൻ്റെ അംഗങ്ങളും ആകുന്നു. അർത്ഥാത് രസം അങ്കിയും രസം അങ്കിയാണ്, അലങ്കാരാദി അംഗങ്ങളുമാണ്. ഏകദേശം 5600 വർഷം മുമ്പ് മഹാഭാരതകാലം, അതിനും മുമ്പ് തന്നെ ആര്യ സാഹിത്യാചാര്യനായ ഭഗവാൻ ഭരതമുനിയും അതിനുശേഷം മുഗൾ ചക്രവർത്തി ഷാജഹാൻ വരെയുള്ള രാജഭരണകാലഘട്ടം. ഇതിനിടെ അവതരിച്ച മാനനീയ സാഹിത്യാചാര്യൻ പണ്ഡിതരാജ ജഗന്നാഥ തൃശൂലി ഉൾപ്പെടെ ഒട്ടനവധി ധുരന്ധരന്മാരായ സാഹിത്യ ആചാര്യന്മാർ സംസ്കൃത ഭാഷയിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. രസനിരൂപണം നടത്തിയിട്ടുണ്ട്. രസമാണ് കാവ്യാത്മാവ്. ഈ മഹാനുഭാവന്മാരുടെ സുചിന്തിതമായ അഭിപ്രായം ഇതാണ്: രസം ബ്രഹ്മാനന്ദത്തിൻ്റെ അനുജനാണ് എന്ന്. ഇത് ബ്രഹ്മവിത് അഖണ്ഡചിത് സ്വരൂപവും ലോകോത്തര ആനന്ദദായിയുമാണ്. അതായത് അയം ആത്മാ ബ്രഹ്മ എന്നും സത്യം ജ്ഞാനമനന്തം ബ്രഹ്മം എന്നും ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കഥാചന എന്നുമുള്ള ശ്രുതികൾ ബ്രഹ്മ നിരൂപണം നടത്തിയിരിക്കുന്നത് പോലെയാണ്. രസോ വൈ സഹ അഥവാ രസം ഹി ഏവ അയം ലബ്ധ്വാനന്ദീഭവതി തുടങ്ങിയ ശ്രുതികളും രസനിരൂപണമാണ് നടത്തുന്നത്. ഇങ്ങനെ എപ്രകാരമാണോ ബ്രഹ്മം സ്വാനുഭവവേദ്യമാകുന്നത്, അതുപോലെ രസവും അനുഭവ സംവേദ്യമാണ്. ഇവ തമ്മിലുള്ള അന്തരം ഇത്രമാത്രമാണ്: ബ്രഹ്മം നിർവിഷയ വസ്തുവാണ്, രസം സവിഷയവും.
ബ്രഹ്മം യോഗി തപസ്സിലൂടെ അനുഭവപ്പെടുന്ന അനുഭൂതിയാണ്. രസം സഹൃദയന്മാർ ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്ന അനുഭൂതിയും. കവി തൻ്റെ കാവ്യത്തിൽ പല വിധത്തിലുള്ള മനോവികാരങ്ങളും മനോഭാവങ്ങളും വർണ്ണിക്കുന്നു. അതിന് പല വിധത്തിലുള്ള കാര്യകാരണങ്ങളും സഹകാര്യകാരണങ്ങളും ഉണ്ടാകും. തന്മൂലമാണ് ഒരു കാവ്യം ജനിക്കുന്നത്. കവിയുടെ ഹൃദയത്തിൽ പലതരം ഉദ്ഭാവനകളും സങ്കല്പങ്ങളും ഉണ്ടാകാം. കവിയുടെ അന്തഃകരണത്തിലുണ്ടാകുന്ന അദമ്യമായ അനുഭൂതികളും കൽപ്പനകളും അനുഭവ സ്മരണകളുമാണ് മൊഴികളിലൂടെ ലിപികളിലൂടെ വ്യക്തമാകുന്നത്. അവ പാഠകരായ സഹൃദയരുടെ ഹൃദയങ്ങളിലും ഊർമികളും ഓളങ്ങളും സൃഷ്ടിക്കുന്നു. കവിക്കുണ്ടായ ആനന്ദാനുഭൂതി അനുവാചകരിലും സംജാതമാകും. രസാനുഭൂതി ജനിക്കും. അത് വിലക്ഷണമായ ഒരു ആനന്ദമാണ്, അത് രസമാണ്. നാട്യശാസ്ത്രത്തിൽ ഭഗവാൻ ഭരതമുനി എഴുതിയിരിക്കുന്നു, വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗാതി രസനിഷ്പത്തി എന്ന്. അർത്ഥാത് വിഭാവം, അനുഭാവം, സഞ്ചാരീഭാവം ഇവയുടെ സംയോഗം കൊണ്ടാണ് രസനിഷ്പത്തി ഉണ്ടാകുന്നത്. സഞ്ചാരീഭാവത്തെ വ്യഭിചാരീഭാവമെന്നും പറയുന്നു. അതായത് പ്രധാന മനോവികാരമാണ് സ്ഥായീഭാവം. അതിൻ്റെ കാരണമാണ് വിഭാവം. അതിൻ്റെ ധർമ്മമാണ് അനുഭാവം. അതിൻ്റെ സഹകാരിയായ മനോഭാവമാണ് വ്യഭിചാരീഭാവം. വിഭാവം രണ്ട് തരത്തിലുണ്ട്, ആലംബനവും ഉദ്ദീപനവും. ഏതെന്നിനെ അവലംബിച്ചാണോ സ്ഥായീഭാവം ഉണ്ടാകുന്നത് അതിനെ ആലംബന വിഭാവം എന്ന് പറയുന്നു. ഏതൊന്നുകൊണ്ടാണോ സ്ഥായീഭാവം ഉദ്ദീപ്തമാകുന്നത് അതിനെ ഉദ്ദീപന വിഭാവമെന്നും പറയുന്നു. അനുഭാവം മൂന്ന് വിധത്തിലാണ്: മാനസികം, കായികം, സാത്വികം എന്നിങ്ങനെ. സാത്വിക ഭാവവും അനുഭാവവും തത്വത്തിലൊന്നാണ്. എന്നാൽ ഇത് പരിഗണിക്കപ്പെടുന്നത് അനുഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭാവങ്ങളിലാണ്. കാരണം ഇതിൻ്റെ വിശേഷധർമ്മം സത്വമാണ്. ആചാര്യനായ ഭഗവാൻ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറയുന്നു, മാനവ മനസ്സിൽ ഉയർന്നു വരുന്ന സമ്പൂർണ്ണ മനോഭാവങ്ങളുടെ സംഖ്യ 49 ആണ്. അത് പിൽക്കാലത്തെ ശീർഷസ്ഥരായ പണ്ഡിതന്മാരും അംഗീകരിച്ചു. ഭഗവാൻ ഭരതമുനിയുടെ ദർശനസാരം ഇതാണ്: സ്ഥായീഭാവം 8, സാത്വികഭാവം 8, സഞ്ചാരീഭാവം 33, ഇങ്ങനെ ആകെ 49. വാഗ്ദേവതാവതാരമായിട്ടുള്ള ശ്രീ മമ്മടാചാര്യൻ വളരെ ഗവേഷണ ചിന്ത നടത്തിയിട്ട് കാവ്യത്തിന് ശാന്തം എന്ന നവമരസവും നിർവേദം എന്ന പേരിൽ സ്ഥായീഭാവവും കൂട്ടിച്ചേർത്തു. നിർവേദ സ്ഥായീഭാവോസ്തി ശാന്തോപി നവമോരസ.
കാവ്യപ്രകാശം എന്ന ഗ്രന്ഥത്തിലാണ് രചിച്ചിരിക്കുന്നത്. ശേഷം അടുത്തത് സ്വസ്തി, ശുഭം, ശാന്തം.